ഇതുപോലെ ഒരുപാട് മുളക് കിട്ടാനും മുളകിലുണ്ടാകുന്ന കുരുടിപ്പ് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഇനി ഈ പറഞ്ഞു തരുന്ന ടിപ്സ് മുളകിനും കാന്താരിക്കും നമ്മുടെ പച്ചക്കറികൾക്കും ഒക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. ഈ കാണുന്നുണ്ടല്ലോ മുളകിൻ്റെ തൈ നട്ടു കൊടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ഇലകൾ നോക്കിക്കുക, നല്ല രീതിയിൽ നല്ല ഫ്രഷ് ആയിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് നേരത്തെ ഞാൻ ചെയ്തു കൊടുത്ത ടിപ്പാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ടൂത്ത് പേസ്റ്റ് കയ്യിലില്ലാത്ത ആരും തന്നെ ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ ഈ ടൂത്ത് പേസ്റ്റ് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ കോൾഗേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കോൾഗേറ്റിൻ്റെ എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വൈറ്റ് കളറിലുള്ളത് തന്നെ വേണം കേട്ടോ സെലക്ട് ചെയ്യാൻ. ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ വൈറ്റ് കളർ തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് വേണ്ടത് 1 ലിറ്റർ വെള്ളമാണ്. ആ 1 ലിറ്റർ വെള്ളം ഞാൻ കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. ഇതിലേക്കാണ് നമ്മൾ പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ഡൈല്യൂട്ടാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പേസ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ വിരലിൻ്റെ ആ ഒരു അളവിൽ എടുത്താൽ മതി. എന്നിട്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക. എന്തിനാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ വെള്ളത്തിലൊന്ന് കലങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാതെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം കലങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതിനുശേഷം ഈ വെള്ളം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ വെള്ളത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേസ്റ്റ് ഡയറക്റ്റായിട്ട് നമ്മൾ ചെടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ നിൽക്കരുത്. നല്ല രീതിക്കൊന്ന് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ചെടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാനിതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നല്ല രീതിക്ക് ഒന്ന് കുലുക്കി മിക്സ് ആക്കുന്നുണ്ട്, കാരണം നമ്മൾ എടുത്ത് വെച്ച വെള്ളത്തിലേക്കാണല്ലോ ഒഴിച്ചു കൊടുത്തത്. ഇത് നമുക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് കൊടുക്കാം. എല്ലാ ആഴ്ചയിലും ഒന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ ആദ്യത്തെ ഒരാഴ്ച ചെയ്തിട്ട് മുരടിപ്പ് മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഇനി അടുത്തൊരു ടിപ്പ് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 സ്പൂൺ ചാരപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അത് മിക്സാക്കുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു റെഡ് കളറിലേക്ക് മാറും. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം അത് നമ്മൾ സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതും അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ്. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് മാത്രം ചെയ്ത് നോക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയിലും ചെയ്യാൻ നോക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇതും ഒരു നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് മുട്ടത്തോട് എടുത്തിട്ട് നല്ല രീതിക്ക് പൊടിച്ചെടുക്കുക. ഞാനിപ്പോൾ പൊടിച്ചിട്ടില്ല, മിക്സിയിലൊക്കെ ഇട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ആ ഒരു പൊടി മുരടിപ്പുള്ള ചെടിയിൽ ഇട്ട് കൊടുത്താൽ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മളുടെ മുളക് നല്ല രീതിക്ക് പൊട്ടിക്കിളിക്കാനും ഒരുപാട് കായ്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ്. അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മുളകിൻ്റെ ഈ തണ്ടുകൾ ഒടിച്ചു കൊടുക്കുക. ചിലപ്പോൾ നമുക്ക് കുറച്ച് വിഷമം ഉണ്ടാകും, കാരണം ചിലപ്പോൾ അതിൽ പൂവുണ്ടായിരിക്കും, കായ്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നാലും ആ ഒരു സമയത്ത് നമ്മളിത് ഒടിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ഇപ്പോൾ ഉണ്ടായേക്കാളും കായ്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഞാൻ ഒടിച്ചു കൊടുക്കുന്ന ആ ഒരു ചെടിയിൽ തന്നെ ഒരുപാട് കാന്താരി നിപ്പുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് പിന്നീട് ഉണ്ടാവുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇതിലും വലുതായിരിക്കും. അപ്പം പിന്നെ ആ ഒടിച്ചു കൊടുക്കുന്ന വിഷമം അങ്ങ് മാറിക്കോളും. അപ്പം ഞാൻ അത്രയും ഇത് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഒടിച്ചു കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു രൂപമാണ് ഈ കാണുന്നത്. ഇനിയും ഒടിച്ചു കഴിഞ്ഞതിന് ശേഷം ഉള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ കണ്ടില്ലേ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഒടിച്ചു കൊടുത്തതെന്നൊക്കെ പൊട്ടിക്കിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് കാന്താരിയാണ്. അപ്പോൾ ഒരുപാട് കായ്ക്കളും പൂക്കളും ആയി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മുളകിൻ്റെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഒരുപാട് കായ്ക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ ഇലകളൊക്കെ മുരടിപ്പൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കാറുള്ള ഒരു ടിപ്പാണ് ഞാൻ ആദ്യം കാണിച്ചത്. അപ്പോൾ അതിലേക്ക് ഞാൻ വീണ്ടും അത് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു വട്ടം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മുരടിപ്പ് മാറിക്കിട്ടില്ല കേട്ടോ. നമ്മളത് കണ്ടിന്യൂസ്ലി ചെയ്യണം. പിന്നെ നമുക്ക് മുളകിന് കുറച്ച് ഈർപ്പം നിൽക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കളകളൊക്കെ പറിച്ച് കളഞ്ഞതിന് ശേഷം നമ്മളുടെ കരിയില ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കവർ ചെയ്ത് വെക്കുകയാണ്. അപ്പം വെള്ളം ഒഴിച്ച് കൊടുത്താലും, ഇപ്പോൾ രാവിലെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ വൈകുന്നേരം വരെ അതിൻ്റെ ഒരു
ഈർപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുമല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ഈ ഒരു ഇലകളൊക്കെ അതിനൊരു വളമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഈ കുറച്ച് ടിപ്സൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുളക് നമുക്ക് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ കഞ്ഞിവെള്ളം ഭയങ്കര ബെസ്റ്റാണ്. അത് നമുക്ക് മുളകിന് മാത്രമല്ല എല്ലാ പച്ചക്കറികൾക്കും ചെടികൾക്കും ബെസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഡൈല്യൂട്ടാക്കി ഒഴിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.